ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്നു മുതൽ നേരത്തെ പറഞ്ഞതിന് പ്രകാരം ഒരു പുതിയ വേ ഓഫ് ടേക്കിംഗ് ക്ലാസ്സസ്, അത് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ന്യൂ. നമ്മൾ പഴയ രീതിയിൽ എടുക്കുകയാണെങ്കിൽ കുറേ കൂടി എല്ലാവർക്കും ഉപയോഗപ്രദമാകും എന്നറിഞ്ഞതുകൊണ്ട് നമുക്ക് അതേ രീതിയിൽ ക്ലാസ്സുകൾ മുന്നോട്ട് പോകാം. മോർ ദാൻ ദാറ്റ്, വൺ മോർ സ്പെഷ്യൽ മാറ്റർ ഈസ് ദെയർ ദാറ്റ് വി വിൽ ടേക്ക് അവർ ക്ലാസ്സസ് ട്വൈസ് ഇൻ എ വീക്ക്. നമ്മൾ ആഴ്ചയിൽ 2 ദിവസം നമ്മുടെ ക്ലാസ്സുകൾ എടുക്കാം എന്ന് ഉള്ള ആ തീരുമാനത്തിലേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരുടെയും ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ എടുക്കുകയാണ്. പിന്നെ ചില ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നെറ്റ്വർക്ക് പ്രോബ്ലം ഒക്കെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ക്ലാസ്സുകൾ മുടങ്ങുള്ളൂ. അല്ലാത്ത പക്ഷം അതർവൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, എടുക്കുന്നത് ഏതാണ്ട് ഒരേ ദിവസം തന്നെ മാക്സിമം എടുക്കുവാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ. ഇനി എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി അറിയിച്ചാൽ മതി. അതർവൈസ് ഇഫ് യു ആർ റെഡി ടു കോപ്പറേറ്റ് വിത്ത് മീ ഓർ ഇഫ് യു ആർ റെഡി ടു ഗോ ടുഗദർ then let's continue in this way. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് കഴിഞ്ഞ തവണ നമ്മൾ പഠിച്ചു തുടങ്ങിയതുപോലെ നമ്മൾ ആദ്യമേ നമ്മുടെ കോൺവെർസേഷൻ രീതി നമ്മളൊന്ന് പഠിക്കുകയാണ്. അതിനുശേഷം നമുക്ക് സംഭവിച്ചേക്കാവുന്ന ചെറിയ ചെറിയ അക്ഷരങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് വാക്കുകൾ, അത് നമുക്ക് വേർഡ് മീനിങ് വെച്ച് നമുക്ക് അതിനെ അർത്ഥം നോക്കാൻ പോയാൽ അത് ശരിയാകുകയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു പദസമ്പത്തുണ്ട്, അത് നമുക്ക് കുറേ കാര്യങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട്. ഇതിന് ശേഷം നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് അതും കൂടി പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കോൺവെർസേഷൻ ഈസിയാകും. അതുപോലെ നമ്മൾ വന്ന അതേ ഫ്ലുവൻസിയിൽ നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ് ടുഡേ ഓൺവേഴ്സ്. നൗ, ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്, നമ്മളൊരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ആള് ആ വീട്ടിൽ ഇല്ല എന്നൊന്ന് കരുതിക്കേ. നമ്മൾ അന്നേരം മനസ്സിൽ എന്നാ ഓർക്കും? അയ്യോ, ഇവരെവിടെ പോയി എന്നോർക്കും അല്ലേ? ഇവരെവിടെ പോയി എന്നോർക്കും. അന്നേരെ എല്ലാവരുടെയും കൈ ഫോണുണ്ടല്ലോ. അന്നേരെ ആ ഫോൺ എടുത്ത് നമ്മൾ വിളിച്ച് ചോദിക്കുകയാണ്. എന്നെ വിളിച്ച് ചോദിക്കുന്നത്, അയ്യോ നിങ്ങൾ വീട്ടിലില്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ വീട്ടിലില്ലേ, എവിടെ പോയതാണെന്ന് ചോദിക്കും അല്ലേ? നമുക്കത് അന്വേഷിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കും. അന്നേരം എങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കുന്നത്? നിങ്ങളിപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കാം. നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് എങ്ങനെയെങ്കിലും ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. വേർ ആർ യു നൗ? വേർ ആർ യു നൗ? നിങ്ങളിപ്പോൾ എവിടെയാണ്? നിങ്ങൾ ഇപ്പോൾ വീട്ടിലില്ലേ? ആറിൻ്റ് യു അറ്റ് ഹോം? ആറിൻ്റ് യു അറ്റ് ഹോം? നിങ്ങളിപ്പോൾ വീട്ടിലില്ലേ? നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. അന്നേരം അവർ ഫോണെടുത്ത് മറുപടി പറയും, അയ്യോ സോറി, വി ആർ നോട്ട് അറ്റ് ഹോം നൗ. ഞങ്ങളിപ്പോൾ വീട്ടിലില്ല. അന്നേരം നമ്മൾ ചോദിക്കും, എന്നെ അയ്യോ വേർ ഡിഡ് യു ഗോ? നിങ്ങൾ എവിടെ പോയതാണെന്ന് ചോദിക്കും അല്ലേ? നിങ്ങൾ എവിടെ പോയതാണ്? അന്നേരം വി വെൻ ടു വിസിറ്റ് വൺ ഓഫ് അവർ കസിൻസ് ഹൗസ്. ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട് ഒന്ന് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണെന്ന് പറഞ്ഞു. അയ്യോ, നിങ്ങൾ അങ്ങനെ പോയോ? ഇല്ലേ? നമ്മളിപ്പോൾ സാധാരണ മലയാളത്തിൽ ചോദിക്കാറുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ഓർക്കുക, എന്നിട്ട് പറയുക, എന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അന്നേരം നമ്മൾ ചോദിക്കുന്നത് എന്നായിരിക്കും? അടുത്തത് നമ്മൾ ചോദിക്കുന്നത് എന്നായിരിക്കും? അതെവിടെയാണെന്ന് നമുക്കറിയണം ഇല്ലേ? അന്നേരം അതെവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും നമ്മൾ ചോദിക്കുന്നത്? വെർ ഈസ് ഇറ്റ്? വെർ ഈസ് ഇറ്റ് എന്ന് ചോദിക്കാം. അന്നേരം വെർ ഈസ് ഇറ്റ് എന്ന് ചോദിച്ചാലോ, നേരെ നമ്മൾ അതിൻ്റെ സ്ഥലം പറയണം. വെർ ഈസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ ആ പ്ലേസ് എവിടെയാണെന്ന്, അതെവിടെയാണ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലം എവിടെയാണ് എന്നാണ്. അന്നേരം നമ്മൾ പറയുകയാണ് വെർ ഈസ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയുന്നതിനായിരിക്കും ഇറ്റ് ഈസ് ഇൻ ട്രിവാൻഡ്രം. ഇറ്റ് ഈസ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു. അത് ട്രിവാൻഡ്രത്താണല്ലോ എന്ന് പറഞ്ഞു. ഇത് ട്രിവാൻഡ്രം വരെ പോയോ? അന്നേരം നമ്മൾ ചോദിക്കുക, അത്രയും ദൂരം പോയതല്ലേ? അന്നേരം നമുക്ക് പിന്നെ എങ്ങനെയാണ് ചോദിക്കാം? നിങ്ങൾ തന്നെയാണോ പോയെന്ന് ചോദിക്കാം. നമ്മൾ സ്ത്രീകളാണ് പോകുന്നതെങ്കിൽ സാധാരണ രീതി നമ്മൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അതില്ലേ? എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെയാണോ പോയതെന്ന്, അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് നിങ്ങൾ പോയത് എന്ന് നമുക്ക് അന്വേഷിക്കാം. കുട്ടികളാണെങ്കിലും അങ്ങനെ കുട്ടികളെയൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് കൂട്ടുകാരെയൊക്കെ കാണാൻ ചെല്ലുകയാണെങ്കിലും നമ്മൾ വീട്ടിലില്ലാതെ വന്നിരുമ്പം സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ്. അന്നേരം നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? ആരുടെ കൂടെ? അതെങ്ങനെയാണ് പറയുന്നത്? വിത്ത് ഹൂം. വിത്ത് ഹൂം, ആരുടെ? വിത്ത് ഹൂം ഡിഡ് യു ഗോ? നിങ്ങൾ ആരുടെ കൂടെയാണ് പോയത് എന്ന് ചോദിക്കും. വിത്ത് ഹൂം ഡിഡ് യു ഗോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ കൂടെയാണ് പോയത് എന്ന്. അന്നേരം നമുക്ക് അതിന് മറുപടി പറയാം, ഐ വെന്റ് വിത്ത് മൈ ആരെയൊക്കെ ആകാം? ഫാദർ ആകാം, ബ്രദർ ആകാം, അങ്ങനെ മദർ, അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ കൂട്ടത്തിൽ പോയതാകാം. അന്നേരം ഞാൻ പോയതെൻ്റെ ആരുടെയെങ്കിലും കൂട്ടത്തിൽ ഐ വെന്റ് വിത്ത് മൈ, ഞാൻ പോയത്
അന്നേരം എന്ന് പറഞ്ഞു. അന്നേരം ഇത്രയും കാര്യങ്ങൾ ഏതാണ്ടൊരു ഇതായില്ലേ. അന്നേരം പിന്നെ നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമുണ്ട്, എത്ര നാൾ നിങ്ങൾ അവിടെ കാണും? നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവരിവിടെ എത്തിച്ചേരുമോ എന്ന് നമുക്കറിയണ്ടേ. അന്നേരം നമ്മൾ എന്നാ ചോദിക്കുന്നത്, ഹൗ ലോങ് വിൽ യു ബി ദേർ? നിങ്ങൾ എത്ര നാൾ അവിടെ ഉണ്ടായിരിക്കും? നിങ്ങളവിടെ എത്ര നാൾ ഉണ്ടായിരിക്കുമെന്ന്. നമ്മുടെ ആവശ്യ സമയത്ത് അവരെ എത്തിച്ചേരുമോ, അവരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം, ഹൗ ലോങ് വിൽ യു ബി ദേർ? അന്നേരം തിരിച്ചു മറുപടി പറയുന്നത്, അത് നമുക്ക് 2 വാക്കല്ലേ തീർക്കാവുന്നേ ഉള്ളൂ, 2 days, only 2 days, 2 ദിവസം മാത്രമേ കാണുള്ളൂ എന്ന് പറയും അല്ലേ. 2 ദിവസം മാത്രമേ ഉള്ളെന്ന് പറഞ്ഞാൽ ഓക്കെ, ദെൻ സി യു ദേർ നൗ, ഐ ഷാൽ കം ബാക്ക്, കം ആൻഡ് സി യു ദെൻ, ഞാൻ വന്ന് നിങ്ങളെ വന്ന് അന്നേരം കണ്ടോളാം എന്ന് പറയുന്നു. അന്നേരം ഓക്കെ ബൈ. അപ്പോൾ ഈ പറഞ്ഞ് നമ്മളങ്ങ് അവസാനിക്കുക. ഇത് ഇത്രയും നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു പോകുന്ന ആളെ കാണാതെ വരുമ്പോഴുള്ള കോൺവെർസേഷനാണ്. ഈ കോൺവെർസേഷന് മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഇനി ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഓരോ അവസരങ്ങളിലുള്ള കോൺവെർസേഷൻ കുറച്ച് പഠിച്ച് ചോദ്യം ചോദിക്കുന്ന രീതിയും മറുപടി പറയുന്ന രീതിയും നമ്മൾ പഠിക്കുക. അന്നേരം നമ്മൾ ഒരു പക്ഷേ ചോദ്യകർത്താവും ആകാം, അതുപോലെ ഉത്തരം പറയേണ്ടി വരുന്ന ആളും ആകാം. അതുകൊണ്ട് ഇത് രണ്ടും പഠിക്കണം കേട്ടോ. അതുപോലെ പഠിച്ചതിന് ശേഷം നമുക്ക് വരുന്നത് കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകൾ ഏത് സമയത്ത് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നതുകൂടി നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചോദിക്കുവാനും ഉത്തരം പറയുവാനും ഇതിൻ്റെ ഇടയ്ക്ക് ഈ ക്വസ്റ്റ്യനെയും ആൻസേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള കുറേ വാക്കുകളും കൂടി നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ കിട്ടും. ഓക്കെ, ദെൻ ഇത് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എങ്കിൽ ഐ തിങ്ക് ഇറ്റ് മേ ബി യൂസ്ഫുൾ ഫോർ യു. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായേക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നതാണല്ലേ, സാധാരണ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ നമുക്കുണ്ടായേക്കാം. അതുകൊണ്ട് ഈ ക്ലാസ് നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇതിനൊരു ലൈക്ക് ഈ ക്ലാസ്സിനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ദെൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം 1000-ന് മുകളിൽ വന്നു ചേർന്നു. നമ്മുടെ ഈ ആർഷ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ ഈ കുടുംബത്തോട് ചേർന്ന് നമ്മളോടൊത്ത് പ്രവർത്തിക്കുന്ന ഈ 1000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ രീതിയിൽ നമ്മുടെ ക്ലാസ്സുകൾ പോയാൽ ഉള്ള നിങ്ങളുടെ അഭിപ്രായവും അതുപോലെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ ക്ലാസ്സിന് ഒരു ലൈക്ക് ചെയ്യുവാനും കൂടി മറക്കരുത് എന്ന അഭ്യർത്ഥനയോടെ ലെറ്റ്സ് സ്റ്റോപ്പ് അവർ ക്ലാസ് ടുഡേ. Okay, see you in the next class. Till then, bye.